നമസ്കാരം. ആഗോള സാമ്പത്തിക ക്രമത്തെയും ഇന്ധന വിപണിയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിനിടയിൽ ഭാരതത്തിൻ്റെ നയതന്ത്ര കരുത്തും സുരക്ഷാ മുൻകരുതലുകളും ലോകത്തിന് മാതൃകയാവുകയാണ്. ഇസ്രയേൽ അമേരിക്ക സഖ്യവും ഇറാനും തമ്മിലുള്ള സംഘർഷം കനക്കുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴി ഇന്ധന നീക്കം ദുഷ്കരമായിരിക്കെ സൗദി അറേബ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലുമായി ഒരു ഭീമൻ ടാങ്കർ മുംബൈ തീരത്ത് സുരക്ഷിതമായി എത്തിയത് ഇന്ത്യയുടെ തന്ത്രപരമായ വിജയമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ പല പ്രമുഖ രാജ്യങ്ങളും ഇന്ധന ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് ഷെങ്ലോങ് സൂയിസ് മാക്സ് എന്ന കപ്പൽ യുദ്ധമേഖലയിലൂടെ അതിസാഹസികമായി സഞ്ചരിച്ച് ഭാരതത്തിൻ്റെ മണ്ണിൽ അണഞ്ഞത്. ഇത് കേവലം ഒരു കപ്പലിൻ്റെ യാത്രയല്ല, മറിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മികവിൻ്റെയും സമുദ്ര സുരക്ഷാ തന്ത്രങ്ങളുടെയും വിജയഗാഥയാണ്. ലൈബീരിയൻ പതാകയേന്തിയ ഈ ടാങ്കർ മാർച്ച് 1 സൗദിയിലെ റാസ് തനൂറ തുറമുഖത്തു നിന്നും യാത്ര ആരംഭിക്കുന്നത്. കപ്പലിൻ്റെ കമാൻഡർ ക്യാപ്റ്റൻ സുഖാന്ത് സിംഗ് സന്ധു എന്ന ഇന്ത്യക്കാരനായിരുന്നു എന്നത് ദൗത്യത്തിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ശത്രുക്കളുടെയും ഡ്രോണുകളുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ ഗോയിങ് ഡാർക്ക് എന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള തന്ത്രമാണ് കപ്പൽ സ്വീകരിച്ചത്. അതായത് കപ്പലിൻ്റെ ലൊക്കേഷൻ വിവരങ്ങൾ പുറത്തുവിടുന്ന ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റവും ട്രാൻസ്പോണ്ടറുകളും താൽക്കാലികമായി ഓഫ് ചെയ്ത് നിശബ്ദമായി യുദ്ധമേഖല കടന്നു പോവുകയായിരുന്നു. മാർച്ച് 8 റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായ കപ്പൽ അപകട മേഖല പിന്നിട്ട ശേഷം അടുത്ത ദിവസം വീണ്ടും ദൃശ്യമായി. മറ്റ് പല രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കപ്പെടുകയോ പിടിച്ചെടുക്കപ്പെടുകയോ ചെയ്യുമ്പോൾ ഇന്ത്യയുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് ലഭിക്കുന്ന ഈ സുരക്ഷിതത്വം ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇന്ത്യയുടെ ഈ വിജയത്തിന് പിന്നിൽ ദീർഘവീക്ഷണത്തോടെയുള്ള നയതന്ത്ര ഇടപെടലുകൾക്ക് വലിയ പങ്കുണ്ട്. സംഘർഷത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതോടൊപ്പം തന്നെ അമേരിക്കയുമായും ഇസ്രയേലുമായും ഇന്ത്യ തന്ത്രപരമായ സൗഹൃദം നിലനിർത്തുന്നു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ ചർച്ചകൾ ഇന്ത്യൻ പതാക വഹിക്കുന്ന കപ്പലുകൾക്ക് പ്രത്യേക സുരക്ഷ ഉറപ്പു ലഭിക്കുവാൻ കാരണമായിട്ടുണ്ട്. ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ധന ലഭ്യതയ്ക്കായി നെട്ടോട്ടമോടുമ്പോൾ ഇന്ത്യക്ക് തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ തടസ്സമില്ലാതെ നിറവേറ്റാൻ സാധിക്കുന്നത് ഈ സന്തുലിത നയതന്ത്രം മൂലമാണ്. 1,35,335 മെട്രിക് ടൺ ക്രൂഡ് ഓയിലുമായി മുംബൈയിലെ ജവഹർ ദ്വീപ് ടെർമിനലിൽ എത്തിയ ഷെങ്ലോങ് രാജ്യത്തെ ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ വലിയ സഹായമാകും. ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോർമുസ് കടലിടുക്ക് അതീവ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യയുടെ പകുതിയിലധികം ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് കടന്നു വരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം കാരണം ആഗോള വിപണിയിൽ എണ്ണവില ബാരലിന് $100 മുകളിലെത്തിയ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ചുവടുവെപ്പ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ അനിവാര്യമാണ്. ഇന്ത്യൻ ഫിലിപ്പിനോ വംശജരായ 29 ജീവനക്കാർ കപ്പലിലുണ്ടായിരുന്നു എങ്കിലും ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നിയന്ത്രണം ദൗത്യത്തിൻ്റെ വിജയത്തിന് നിർണായകമായി. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ യുദ്ധത്തിൻ്റെ ആഘാതത്തിൽ ഉലയുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര ചതുരംഗപ്പലകയിലെ കരുനീക്കങ്ങൾ രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ കാത്തുരക്ഷിക്കുന്ന കവചമായി മാറുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.